സ്വയമായിട്ട് തീ കൊളുത്തി മരിക്കാം, വേറെ ഒരാൾ തീ കൊളുത്താം. അപ്പോൾ അത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നു. ഒരു വ്യക്തി അൺനാച്ചുറൽ ഡെത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതശരീരം ഗവൺമെൻറ്റിൻ്റെ ആണ്. കെട്ടിടത്തിന് സമീപത്ത് പോലും എത്തിയിട്ടുള്ള ആളുകൾ വളരെ വിരളമാണ് നമ്മുടെ പ്രേക്ഷകർ. അതെ അതെ. ഏതെങ്കിലും ബോഡിയോടൊപ്പം എത്തിയ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവോ സുഹൃത്തോ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ട അവിടെ എത്തിയ ആളുകൾ പോലും ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന കെട്ടിടത്തിന് പുറത്ത് കാത്തു നിന്ന് അനുഭവമുള്ളൂ. അതെ അതെ. എന്നിട്ട് ബോഡി തിരിച്ചു കിടത്തിട്ട് ബാക്കിൽ എവിടെയൊക്കെ ഇഞ്ചുറീസ് ഉണ്ടെന്ന് നോക്കും. അതും കഴിഞ്ഞാൽ നമ്മൾ തുറക്കാറായി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്, ഇത് അങ്ങനെ അടിച്ചു കൊന്ന് കെട്ടി തൂക്കിയതാണ്. ഹെഡ് കോൺസ്റ്റബിളിന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പോഴും പറയാൻ പറ്റത്തില്ല, ഞാൻ സാറിന് ഒരു ലെറ്റർ എഴുതാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി ചൊല്ലി അനിയനും ചേട്ടനും തമ്മിൽ വഴക്കുണ്ടാകും. എൻ്റെ ചേട്ടൻ നിന്നെ കൊല്ലാനായിട്ട് 20,000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ അനിയൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ 50,000 തരാം, നമുക്ക് ചേട്ടനെ കൊല്ലാം. ലിവർ, സ്പ്ലീൻ, അതൊക്കെ നമ്മൾ വലിച്ചെടുത്ത് അത് സെപ്പറേറ്റ് ചെയ്യും. ഇതൊക്കെ ഓരോന്നും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? അല്ല, ഓരോ ഇൻഡിവിജ്വലായിട്ട് പരിശോധിക്കാനായിട്ട്. ശരി. അത്തരം ബോഡിയിൽ നിന്ന് ഈ മരണകാരണം കണ്ടെത്താൻ പ്രയാസമാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത കാര്യമാണ് മരണശേഷം തൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാവുക എന്നത്. പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് നമുക്ക് ഭീതിതമായ പല ചിന്തകളുമാണുള്ളത്. എന്നാൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ള അതിഥി ഏതാണ്ട് 15,000-ലേറെ പോസ്റ്റ്മോർട്ടങ്ങൾ ജീവിതത്തിൽ നടത്തിയ ഒരു ഫോറൻസിക് സർജനാണ് ഡോക്ടർ എൻ രാജാറാം. അദ്ദേഹത്തെ നമുക്ക് ഫേസ് ടു ഫേസ് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ സാധാരണഗതിയിൽ ഏത് തരത്തിലുള്ള മരണങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്നത്? സാർ, മരണത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ സ്വാഭാവിക മരണം, അസ്വാഭാവിക മരണം, അല്ലെങ്കിൽ നാച്ചുറൽ ഡെത്ത് ആർ അൺനാച്ചുറൽ ഡെത്ത്. നാച്ചുറൽ ഡെത്ത് എന്ന് പറയുമ്പോൾ അസുഖങ്ങൾ കൊണ്ട് മരിക്കുക. അസുഖങ്ങൾ കൊണ്ട് മരിക്കുന്ന സന്ദർഭത്തിന് മെഡിക്കൽ ലീഗലായിട്ട് ചിന്തിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല. അൺനാച്ചുറൽ ഡെത്തിലാണ് വരുന്നത്. അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറയുമ്പോൾ അസ്വാഭാവിക മരണം, ഫോർ എക്സാമ്പിൾ ഡ്രൗണിങ്, ഹാങ്ങിങ്, ട്രാഫിക് ആക്സിഡൻറ്റ്, ഫാൾ ഫ്രം ഹൈറ്റ്, ബേൺസ്, ഇതൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വ്യക്തി മരിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബേൺസ് എടുക്കുകയാണ്. ബേൺസ് എടുത്താൽ ഒരാൾ സ്വയമായിട്ട് തീ കൊളുത്തി മരിക്കാം, വേറെ ഒരാൾ തീ കൊളുത്താം. അപ്പോൾ അത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നു. ഒരു വ്യക്തി അൺനാച്ചുറൽ ഡെത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതശരീരം ഗവൺമെൻറ്റിൻ്റെ ആണ്. അതാണ് അതിൻ്റെ നിയമം. അപ്പോൾ അതിന് കൺസെൻറ്റിൻ്റെ ആവശ്യമില്ല. ആരും പറയേണ്ട അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, അത് ചെയ്തിരിക്കും. പക്ഷേ അതിൻ്റെ വേറൊരു സൈഡ്, നാച്ചുറൽ ഡെത്ത് പറയുമ്പോൾ ഒരാൾ അങ്ങനെ മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിച്ചു എന്നുള്ളത് ട്രീറ്റ് ചെയ്ത ഡോക്ടർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയും, നമുക്കൊരു പത്തോളജിക്കൽ ഓട്ടോപ്സി ചെയ്താൽ മരണകാരണം കണ്ടുപിടിക്കാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻ്റ് റിലേറ്റീവ്സിന് കൺസെൻറ്റ് ഇല്ലാതെ നമുക്ക് ഓട്ടോപ്സി ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയും. അപ്പോൾ പത്തോളജിക്കൽ ഓട്ടോപ്സി ആണെങ്കിൽ കൺസെൻറ്റ് വേണം, അതേസമയം മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ആണെങ്കിൽ കൺസെൻറ്റ് വേണ്ട. അതായത് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ചികിത്സയിലിരിക്കെ മരിക്കുന്നതിനാണ് ഈ പറഞ്ഞ കാര്യം. അതെ അതെ, പത്തോളജിക്കൽ ഓട്ടോപ്സി. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഒരു ശരീരം, ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തേക്ക്, ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? അതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുന്നത്? പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസിൻ്റെ കയ്യിൽ നിന്നുള്ള റിക്വസ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. റിക്വസ്റ്റ് വേണം. ഹോസ്പിറ്റലിൽ കടന്ന് ഒരു അൺനാച്ചുറൽ ഡെത്ത് ആകുകയാണെന്നിരിക്കട്ടെ, ആ ഇൻഫർമേഷൻ പോലീസിനെ അറിയിക്കുക. അപ്പോൾ പോലീസ് വന്നതിന് ശേഷം അവിടുത്തെ പഞ്ചായത്ത് മെമ്പേഴ്സ് അല്ലെങ്കിൽ റെസ്പെക്റ്റബിൾ പേഴ്സൺസ് അവരുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. ആ ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് KPF 102 ഫാം, അതാണ് കേരള പോലീസിൻ്റെ, ആ ഫാമിൽ റിക്വസ്റ്റ് കൊടുക്കുകയാണ്, മരണകാരണം കണ്ടുപിടിക്കുന്നതിനുള്ള റിക്വസ്റ്റ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണും. ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ ഇഞ്ചുറീസിനെ പറ്റി കാണും, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സസ്പീഷൻ ഉണ്ടെങ്കിൽ അതും എഴുതും. അത് എഴുതിയിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിന്, പ്രൊഫസർ ആൻഡ് പോലീസ് സർജൻ, അത് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ
നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബോഡി മോർച്ചറിക്കകത്ത് കയറ്റുന്ന മുമ്പായിട്ട് ബോഡി വെയിറ്റ് എടുക്കും, വെയിറ്റും ഹൈറ്റും എടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ പോലീസ് കോൺസ്റ്റബിൾ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യണം, ഇന്നാരുടെ ബോഡിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങേരുടെ സിഗ്നേച്ചറും നമ്മുടെ ഡീറ്റെയിൽ നോട്ട്സിൽ വരും. എന്നിട്ട് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ബോഡി കിട്ടി ബോധിപ്പിച്ചു എന്നുള്ളത് അതിൻ്റെ ലാസ്റ്റ് പേജിൽ അവിടെ ഒപ്പിടണം. അത് ഈ പോലീസുകാരനാണോ? പോലീസുകാരൻ. അതെ. അല്ല, ഈ ഇൻക്വസ്റ്റ് ആണോ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് കിട്ടുന്ന ഒരു റിപ്പോർട്ട്? അല്ല, ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത് അവർ പോലീസുകാരുണ്ടാക്കുന്ന FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഇത് വന്ന റിക്വസ്റ്റാണ്, റിക്വസ്റ്റ് ഫോർ ഓട്ടോപ്സി. അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഫ് ഇത് KPF 104 ഫോമിൽ ഫില്ലപ്പ് ചെയ്യത്തുള്ളൂ. ശരിക്കും ഈ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് സർജന് കിട്ടേണ്ട ആവശ്യമുണ്ടോ? ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നമുക്ക് വേണ്ട, നമുക്ക് റിക്വസ്റ്റ് മാത്രം കിട്ടിയാൽ മതി ഓട്ടോപ്സി ചെയ്യണം. അതല്ല, ഈ മരിച്ച കിടന്ന സ്ഥലത്തെ അവസ്ഥ, അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് ശരീരത്തിലും സമീപത്തും കണ്ടിരുന്ന വസ്തുക്കൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരം കൂടെ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമാണോ? അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലത്. അൺലെസ് ആൻഡ് അണ്ടിൽ ദി ബോഡി ഈസ് ഫ്രം ദി ഹോസ്പിറ്റൽ സൈഡ്. ഹോസ്പിറ്റൽ സൈഡ് മരിക്കും അതൊന്നും ആവശ്യമില്ല. ചിലപ്പോഴും അൺനോൺ പ്ലേസിലായിരിക്കും, അതെ, ഒരു ഒഴിഞ്ഞ മൂലയിലായിരിക്കും. അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അതിനേക്കാളും ഉപരി എൻ്റെ അഭിപ്രായത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യണം. സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ വെയിറ്റ് നോക്കുമെന്ന് പറഞ്ഞു, അതിന് ശേഷമുള്ള പ്രോസസ്സുകൾ, കാരണം ഇത് പുറത്തുനിന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആ കെട്ടിടത്തിന് സമീപത്ത് പോലും എത്തിയിട്ടുള്ള ആളുകൾ വളരെ വിവരമുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർ. ഏതെങ്കിലും ബോഡിയോടൊപ്പം എത്തിയ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവോ സുഹൃത്തോ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ട അവിടെ എത്തിയ ആളുകൾ പോലും ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന കെട്ടിടത്തിന് പുറത്ത് കാത്തു നിന്ന് അനുഭവമുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിനകത്ത് നടക്കുന്ന ഘട്ടമായ പ്രവർത്തനം എന്താണെന്ന് പറയാം സാർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റും വെയിറ്റും എടുത്തു കഴിഞ്ഞു. എന്നിട്ട് കംപ്ലീറ്റ് ബോഡി അൺഡ്രസ് ചെയ്ത് ആ ടേബിളിൽ കിടത്തുകയാണ്. ടേബിളിൽ കിടത്തിയിട്ട് നമ്മളൊരു ബാഹ്യ വീക്ഷണം, ആദ്യം നമ്മൾ കണ്ണ് തുറന്നു നോക്കും, ഈ പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആണോ കൺസ്ട്രിക്റ്റഡ് ആണോ, പിന്നെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും എന്തെങ്കിലും ദ്രാവകം വരുന്നുണ്ടോ. ഈ കണ്ണ് തുറന്ന് നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഫുള്ളി ഡയലേറ്റഡ് ആണോ. ചില ഇതിൽ പാർഷ്യൽ ഹെഡ് ഇഞ്ചുറിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ അൺഈക്വലായിട്ട് വരാം, because of the collection of blood inside or rise of intracranial tension. അത് വരുമ്പോൾ ഇത് വ്യത്യാസം വരാം. അതുപോലെ ചെവിയിൽ നിന്നുള്ള രക്തം വരികയാണെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ബ്ലീഡിങ് വരുന്നത്. മൂക്കിനകത്തു നിന്നുള്ള ആൻറ്റീരിയർ ക്രേനിയൽ ഫോസ എന്ന് പറയും. ഇത് മൂന്ന് ഇതാണ്. ഒന്നും പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ, ഇത് രണ്ടും മിഡിൽ ക്രേനിയൽ ഫോസ, ഇത് ആൻറ്റീരിയർ ക്രേനിയൽ ഫോസ. ആൻറ്റീരിയർ ക്രേനിയൽ ഫോസയിൽ ഫ്രാക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വരും. മിഡിൽ ക്രേനിയൽ ഫോസയാണെന്നുണ്ടെങ്കിൽ ചെവിയിൽ നിന്ന് ബ്ലഡ് വരും. അപ്പോൾ ഈ ഓറിഫൈസസ്, നാച്ചുറൽ ബോഡി ഓറിഫൈസസ് എക്സാമിൻ ചെയ്തിരിക്കണം. എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഈസ് എ ഫീമെയിൽ, യു വിൽ ഹാവ് ടു എക്സാമിൻ ദി വജൈനൽ ഓറിഫൈസ്. ഹൈമൻ്റെ സ്റ്റാറ്റസ് നോക്കണം, ബ്ലീഡിങ് ഉണ്ടോ അല്ലെങ്കിൽ സെമിനൽ കളക്ഷൻ ഉണ്ടോ. അതുപോലെ ഏനസ് നോക്കണം. ഏനസ് ഈ ഹോമോസെക്ഷുവൽ ഇത്, വെദർ ദി ആക്ട് വാസ് റീസെൻറ്റ് ഓർ ദി പേഴ്സൺ വാസ് അക്കസ്റ്റംഡ് ടു ദാറ്റ് പർട്ടിക്കുലർ ആക്ട്. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ ഈ തല മുതലുള്ള ഇൻസ്പെക്ഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ഫിംഗർ നെയിൽസ് നോക്കുക, പെയിലാണോ. ബ്ലഡ് കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ ഫിംഗർ നെയിൽസൊക്കെ പെയിലായിരിക്കും, വിളറിയിരിക്കും. പിന്നെ നീല കളറാണെന്നുണ്ടെങ്കിൽ ഒരു അസ്ഫിക്സിയൽ ഇതാണ് നോക്കുന്നത്, കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് റൈഗർ മോർട്ടിസ്. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കൈ മടക്കാനും കൈ നിവർത്താനും നമുക്ക് എനർജി വേണം. ഈ എനർജി വരുന്ന ATP എന്നാണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതിൻ്റെ ഇതാണ്. അപ്പോൾ ATP ആയിക്കഴിഞ്ഞാൽ അത് മടക്കി കഴിഞ്ഞാൽ എനർജി പോകുമ്പോൾ അത് ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആകും. അപ്പോൾ ഇതെന്ന് പറയുന്നത് റിവേഴ്സബിൾ പ്രോസസ്സാണ്. പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ATPയുടെ കണ്ടൻറ്റ് കുറയും, ADPയുടെ കണ്ടൻറ്റ് കൂടും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്റ്റിഫ്നെസ് വരുന്നത്. റൈഗർ മോർട്ടിസ് നോക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റൈഗർ മോർട്ടിസ് വിൽ സ്റ്റാർട്ട്സ് ടു അപ്പിയർ. അതൊരു 6 to 18 hours വരെ അത് അതുപോലെ തന്നെ കാണും. അതായത് സ്റ്റിഫായിരിക്കും. 18 hours കഴിഞ്ഞാൽ അത് പാസ് ഓഫ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് അതായത് വീണ്ടും പഴയ പോലെ ഫ്ലെക്സിബിൾ ആകും.
അപ്പോൾ ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര മണിക്കൂറാണെന്നുള്ള അറിയാൻ പറ്റും. മരിച്ചിട്ട് എത്ര സമയമായെന്ന് അറിയാൻ പറ്റും. അത് അപ്രോക്സിമേറ്റ് ആണ്. അപ്പോൾ ഈ ഒബ്സർവേഷൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് കഴിഞ്ഞാൽ നമ്മൾ ഡീകമ്പോസിഷൻ ചേഞ്ചസ് നോക്കും. അല്ലെങ്കിൽ ഈ ബോഡി അഴുകിയെന്ന് പറയത്തില്ലേ, അതിൻ്റെ എന്തെങ്കിലും പ്രാരംഭം ഇതുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് അത് വരുന്നത് ഈ നമ്മുടെ വലതുവശത്തെ വയറിൻ്റെ താഴെ ഈ അപ്പൻഡിക്സ് ഒക്കെ ഉള്ള സ്ഥലത്ത്, ആ സ്ഥലത്ത് ഡിസ്കളറേഷൻ വരും. ആ ഡിസ്കളറേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലുള്ളത് സീക്കമാണ്. ആ സീക്കത്തിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴെന്ത് ചെയ്യും, മരണത്തിന് ശേഷം ഈ ബാക്ടീരിയയൊക്കെ ബ്ലഡ് വെസൽസിൽ നിന്നും വെളിയിലോട്ട് വരും. ഈ ബ്ലഡ് പിഗ്മെൻറ്റ്സുമായിട്ട് ആക്റ്റീവ് ആയിട്ട് ഡിസ്കളറേഷൻ വരും. അപ്പോൾ ആദ്യം നോട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അതൊരു 16 to 18 hours മരിച്ചു കഴിഞ്ഞാൽ അത് കാണാം. ചില കേസിൽ അതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല, നമുക്കൊരു അപ്രോക്സിമേറ്റ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ബ്ലഡ് സ്റ്റെയിൻഡ് ഫ്ലൂയിഡ് വരും. അതിൻ്റെ കഴിഞ്ഞാൽ ഈ നമ്മുടെ തൊലിയുണ്ടല്ലോ, തൊലിയിൽ ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് ബസ്റ്റ് ഒരു കുമിള പോലെ വരും. കുമിള പോലെ വന്നിട്ട് അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ തൊലി ഇളകി പോവും. അടുത്ത ചേഞ്ചസ് വരുന്നത് ഇപ്പം മാർബിളിങ് പറഞ്ഞു, അടുത്ത അബ്ഡമനൊക്കെ ഡിസ്റ്റൻഡഡ് ആകും. ഡിസ്റ്റൻഡായി ഈ വയറ്റിനകത്ത് എന്തെങ്കിലും ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പ്രഷർ, ഇൻട്രാ അബ്ഡമിനൽ പ്രഷർ അല്ലെങ്കിൽ ഇൻട്രാ തൊറാസിക് പ്രഷർ വന്നിട്ട് പ്രഷർ എക്സേർട്ട് ചെയ്തിട്ട് ഈ ഫുഡ് മെറ്റീരിയൽസൊക്കെ വെളിയിലോട്ട് വരും. അതൊന്ന്. പിന്നെ ഏനസിൽ, റെക്റ്റത്തിൽ ഈ മലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെളിയിൽ വരും. ചില കേസ് പ്രഗ്നൻ്റ് യൂട്രസ് ആയിരിക്കും, ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് ചാൻസ് ഫോർ ദി ഫീറ്റസ് ഗെറ്റിംഗ് എക്സ്ട്രൂഡഡ്, വെളിയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ ബോഡി ഹെയർസ് ഉണ്ടല്ലോ, രോമങ്ങളൊക്കെ ലൂസൻ്റായി ഇളകി പോകും. അപ്പോൾ നല്ല തലമുടിയുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞ് ഇത്രയും സമയമായി കഴിഞ്ഞാൽ മുടി കംപ്ലീറ്റ് പോകുമ്പോൾ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്രയാസമാണ്, കൂടുതൽ അഴുകുമ്പോൾ. അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഇഞ്ചുറീസ്, ബോഡിയിൽ എവിടെയൊക്കെ ഇഞ്ചുറീസ് ഉണ്ടെന്നുള്ളത്. അത് നമ്മൾ ഒരു തലേന്ന് തുടങ്ങുകയാണെങ്കിൽ അതേ സൈഡിൽ തന്നെ നമ്മൾ കാല് വരെ പോയിട്ട് കാലിൽ നിന്ന് മുകളിലോട്ട് വരണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇഞ്ചുറിയും മിസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ബോഡി തിരിച്ചു കിടത്തിട്ട് ബാക്കിൽ എവിടെയൊക്കെ ഇഞ്ചുറീസ് ഉണ്ടെന്ന് നോക്കും. അതും കഴിഞ്ഞാൽ നമ്മൾ തുറക്കാറായി, ഇൻസിഷൻ ഇട്ടിട്ട്. അത് ചെയ്യുന്നത് ഈ ജായുടെ അടിയിൽ നിന്നും പ്യൂബിസ് വരെ ഇൻസിഷൻ ഇട്ടിട്ട് ഈ ചെസ്റ്റ് മസിൽസ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ അബ്ഡോമിനൽ മസിൽസ് കയറിയിട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് കൈയൊക്കെ കടത്തിയിട്ട് ഈ ഇൻറ്റസ്റ്റൈനും സ്റ്റൊമക്കിനും ഒന്നും ഒരു കോട്ടം തട്ടാതെ നമ്മൾ അബ്ഡോമിനൽ മസിൽസ് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ അബ്ഡോമിനൽ കാവിറ്റിയിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടോ, ഫോർ എക്സാമ്പിൾ ഒരു ഫാൾ ഫ്രം ഹൈറ്റ് ആയിരിക്കും, അതിൽ ലിവർ റപ്ചർ വരാം, കരളിന് ക്ഷതമേക്കുകയാണെങ്കിൽ അബ്ഡോമിനൽ കാവിറ്റിയിലാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അതുപോലെ ഫാൾ ഫ്രം ഹൈറ്റിൽ റിബ് ഫ്രാക്ചർ വരാം, അപ്പോഴും നമ്മൾ ചെസ്റ്റ് കാവിറ്റിയിൽ ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കണം. അത് റൊട്ടീനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്കൊന്നും മിസ് ചെയ്യത്തില്ല, ഫൈൻഡിങ്സ് മിസ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ അബ്ഡോമിനൽ തുറന്നു കഴിഞ്ഞാൽ അടുത്തത് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റാണ്. ചെസ്റ്റിൽ 12-24 റിബ്സ് ഉണ്ട്. ആ റിബ്സിൽ പകുതി ബോണായിരിക്കും, പകുതി കാർട്ടിലേജ് ആയിരിക്കും. അപ്പോൾ ഈ സെൻറ്ററിനായിട്ട് വരുന്നത് കാർട്ടിലേജാണ്. ആ കാർട്ടിലേജിലാണ് നമ്മൾ മുറിക്കുന്നത്. മുറിച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇവിടെ വരും, ഈ ക്ലാവിക്കിൾ. അപ്പോൾ അതുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും ഫസ്റ്റ് റിബ് അറ്റാച്ച്മെൻറ്റൊക്കെ മുറിച്ചിട്ട് ആ സ്റ്റേർണൽ പ്ലേറ്റ് അത് നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെസ്റ്റ് കാവിറ്റിയിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ബ്ലഡാണോ, അതല്ലെന്നുണ്ടെങ്കിൽ ചില നാച്ചുറൽ ഡിസീസിൽ വരാം. ഇപ്പോൾ പ്ലൂറൽ എഫ്യൂഷനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് കളക്ഷൻ വരാം. അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്യണം എത്ര ബ്ലഡ് എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് അബ്ഡോമിനൽ കാവിറ്റിയിലും നമുക്ക് മെഷർ ചെയ്യണം എത്ര ബ്ലഡ് ഉണ്ടെന്നുള്ളത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു കേസിൽ ഒരാളെ വയറ്റിൽ ചവിട്ടിയിട്ട്
ബോഡിയിൽ പല സ്ഥലത്തും അടി കൊടുത്തു. അടി കൊടുത്തിട്ട് അങ്ങനെ തൂക്കി കെട്ടി കൊമ്പടിഞ്ഞ് തറയിൽ വീഴുന്നു. അപ്പോൾ പോലീസിൻ്റെ ഭാഷയെന്ന് പറഞ്ഞാൽ അത് ഹാങ്ങിങ് ആണ്. ഞങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ല, അത് ഹാങ്ങിങ് ആണെന്ന രീതിയിൽ അവർ നിന്നു. പക്ഷേ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അബ്ഡോമൻ തുറന്നു നോക്കുമ്പോൾ ഒരു ഏകദേശം 1.5 ലിറ്ററോളം ബ്ലഡ് ക്ലോട്ടും ഉണ്ട്. ശരി. അപ്പോൾ ഒരു ഹാങ്ങിങ് കേസിൽ ഒരിക്കലും ഇത് വരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംശയമുണ്ട്, ഇത് അങ്ങനെ അടിച്ചു കൊന്ന് കെട്ടി തൂക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ബോഡിയുടെ കൂടെ അക്കമ്പനി ചെയ്ത് വന്ന ഒരു ഹെഡ് കോൺസ്റ്റബിളാണ്. ഹെഡ് കോൺസ്റ്റബിളിന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പോഴും പറയാൻ പറ്റത്തില്ല, ഞാൻ സാറിന് ഒരു ലെറ്റർ എഴുതാം. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞാനത് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഏതായാലും മരണകാര്യത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ലെറ്റർ വന്നു. ലെറ്റർ വന്നപ്പോൾ പുള്ളി എഴുതിയിരിക്കുന്നത് ഇവർ കോട്ടയത്തു നിന്നും പോയ സെറ്റിലേഴ്സാണ്. ഇതെവിടെയാ സ്ഥലം? സംഭവം കാസർഗോഡ്. ശരി. അനിയൻ ചേട്ടൻ ഭയങ്കര വെൽത്തി പീപ്പിൾ. അപ്പോൾ പ്രോപ്പർട്ടി ചൊല്ലി അനിയനും ചേട്ടനും തമ്മിൽ വഴക്കുണ്ടാകും. ഒരു ദിവസം എന്ത് ചെയ്തു, ചേട്ടൻ അനിയനെ കൊല്ലാനായിട്ട് ഒരു 25,000 റുപ്പീസ് ഒരാൾക്ക് കൊടുത്തു, ബാക്കി പിന്നെ തരാം. അപ്പോൾ അനിയനെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ച ആൾ അനിയൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അനിയൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ചേട്ടൻ നിന്നെ കൊല്ലാനായിട്ട് 20,000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ അനിയൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ 50,000 തരാം, നമുക്ക് ചേട്ടനെ കൊല്ലാം. ഇത് സിനിമയിൽ മാത്രം കേട്ടിട്ടുള്ള തരം ചേട്ടനെ കൊല്ലാം. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിട്ട് ചേട്ടനെ വിളിക്കാൻ പോവാണ്. അന്ന് കോരിച്ചൊരിയുന്ന മഴ. അപ്പോൾ ഈ കൊല്ലാൻ വന്ന ആളുണ്ടല്ലോ, അവൻ പറഞ്ഞു നമുക്കിത് രമ്യതയിൽ പരിഹരിക്കാം, നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞാൽ എല്ലാം വെള്ളമാണ്. ഇവരെല്ലാവരും കൂടെ ഇറങ്ങിപ്പോയി. പിന്നെ ചേട്ടൻ തിരിച്ചു വന്നില്ല. എന്നിട്ട് നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഈ ഡെഡ് ബോഡി കാണുകയാണ്. അല്ല, തൂങ്ങി മരിച്ചത് നാഷണൽ ഹൈവേയുടെ സൈഡിലാണോ? നാഷണൽ ഹൈവേയുടെ സൈഡിൽ. അപ്പോൾ ഈ ആൾ പറയുകയാണ് ഇതാണ് സംഭവിച്ചത്, അത് സാറ് അറിഞ്ഞിരിക്കണം, സാറ് ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു, നന്ദി എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് ഒരു എസ് ഐ വന്നു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, സാറേ അത് സംശയമൊന്നുമില്ല, ഞങ്ങൾക്കത് അറിയാം, അത് ഹാങ്ങിങ് ആണ്. ഞാൻ പറഞ്ഞു ഹാങ്ങിങ് അല്ല. അല്ല അത് കുഴപ്പമില്ല സാറേ, ഞാൻ സാറിനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും വന്നതല്ലേ, ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തരാം. അപ്പോൾ അങ്ങനെ പറയാണ്, സാറേ എൻ്റെ കൈയക്ഷരം വളരെ മോശമാണ്. ഞാൻ പറഞ്ഞു അതിനും വഴിയുണ്ടാക്കാം. വേറൊരു ബോഡിയിൽ പറാവ് നിന്ന കോൺസ്റ്റബിളെ വിളിച്ച് ഞാൻ ഇരുത്തി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ പോയിട്ട് സിയുടെ അടുത്ത് പറഞ്ഞു, ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അവിടെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ശരി. അതായത് പോലീസിൻ്റെ ഉന്നതതലത്തിൽ നിന്ന് തന്നെ ഇത് ഒതുക്കി തീർക്കാൻ അല്ല സാറേ, ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഈ DYSP, SP, CI, SI ഇവരെല്ലാവരും കൂടെയാ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ഈ ചേട്ടനും അനിയനുമാണ്. എന്നിട്ട് ആ കേസ് കൺവിക്റ്റഡായി. ശരി. പക്ഷേ അന്ന് എവിഡൻസ് കൊടുക്കുമ്പോൾ കാസർഗോഡ് പോയി ഇത് എവിഡൻസ് കൊടുക്കുമ്പോഴൊരു ഭയം അകത്തുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ അക്യൂസ്ഡ് അനിയനല്ല, അവൻ്റെ കൂടെ വന്ന ഗുണ്ടയുണ്ടല്ലോ, അവനൊരു 6-6.5 അടി പൊക്കമുണ്ട്, അതിനൊത്ത തടിയും. അപ്പോൾ എവിഡൻസ് കൊടുക്കുമ്പോൾ അവനങ്ങനെ എന്നെ ചറിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉൾഭയത്തോടു കൂടി തന്നെയാണ്. അതെ. അടുത്ത ഘട്ടത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻറ്റേർണൽ ഓർഗൻസ് സെപ്പറേറ്റ് ചെയ്യണം. ശരി. അപ്പോൾ അതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ജാ ബോൺ ഉണ്ടല്ലോ, ജാ ബോണിൽ അറ്റാച്ച്മെൻറ്റ്, മസ്കുലർ അറ്റാച്ച്മെൻറ്റ് എടുക്കുക, ടങ് അറ്റാച്ച്മെൻറ്റ് എല്ലാം വരും. എന്നിട്ട് ഇത് താഴോട്ട് കൊണ്ടുവന്നിട്ട് സോഫ്റ്റ് ടിഷ്യൂസ് ബ്ലഡ് ഡിസെക്ഷനിൽ ഇത് താഴോട്ട് വലിച്ചെടുത്തിട്ട് അബ്ഡോമിനൽ വന്നിട്ട് അവിടെ കിഡ്നീസ് ആ ഭാഗം ഒക്കെ ഉണ്ടല്ലോ, ലിവർ, സ്പ്ലീൻ, അതൊക്കെ നമ്മൾ വലിച്ചെടുത്ത് അത് സെപ്പറേറ്റ് ചെയ്യും. ഇതൊക്കെ ഓരോന്നും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? അല്ല, ഓരോ ഇൻഡിവിജ്വലായിട്ട് പരിശോധിക്കാനായിട്ട്. അപ്പോൾ ഈ അബ്ഡോമിനൽ ഓർഗൻസും തൊറാസിക് ഓർഗൻസും എടുക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റൊമക്ക് റിമൂവ് ചെയ്യണം. ആമാശയം. അപ്പോൾ അതിൽ പോയിസണിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഈ പോയിസണിങ് ഉണ്ടോ എന്ന് അറിയുന്നത്? എങ്ങനെയാണ് ആമാശയം തുറന്ന് നോക്കുമ്പോൾ? അത് മിക്കവാറും ഉള്ള പോയിസൺസിന് ഒരു മണമുണ്ട്. ചില മണമില്ലാത്ത പോയിസൺസും ഉണ്ട്.
അപ്പോൾ ബൈ എക്സ്പീരിയൻസേ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊന്ന്. പിന്നെ കളർ ചേഞ്ചസ് വരാം. അതല്ലാതെ തന്നെ ഒരു ഇറിറ്റേഷൻ, ഇപ്പോൾ പോയിസൺ എന്ന് പറയുമ്പോൾ ഇറിറ്റൻ്റ് ആണല്ലോ. അത് ഈ ആമാശയത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ മ്യൂക്കോസ, അതിൻ്റെ ഇന്നർ ആസ്പെക്റ്റിൽ, സ്റ്റൊമക്കിൻ്റെ അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ ഇന്നർ ആസ്പെക്റ്റിൽ ചെറിയ ചേഞ്ചസ് വരുത്താം. കുറേ റെഡായിട്ട് കാണാം, ചിലത് ഇൻഫ്ലെയിംഡ് ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കൺഫർമേറ്ററി അല്ല. കെമിക്കൽ അനാലിസിസ് ചെയ്യാതെ പോയിസൺ ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് മിക്കവാറും എല്ലാ ഇത്തരത്തിലുള്ള ബോഡികളെയും കിട്ടുമ്പോൾ അതിൻ്റെയൊക്കെ ഈ കെമിക്കൽ അനാലിസിസിന് അയക്കുമല്ലോ. അല്ല, നമുക്ക് സസ്പിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് സസ്പിഷൻ ഉണ്ട്, പോയിസൺ ആകാം. അപ്പോൾ നമ്മളത് ചെയ്തിരിക്കണം. അപ്പോൾ സ്റ്റൊമക്കും വിത്ത് കണ്ടൻസ്, ഒരു 30 സെൻറ്റിമീറ്റേഴ്സ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വിത്ത് കണ്ടൻസ്, 1/2 ഓഫ് ഈച്ച് കിഡ്നിയുടെ ഓരോ ഹാഫ്, 500 grams ഓഫ് ലിവർ. ഇത്രയും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, ഇത്രയും നമ്മൾ കെമിക്കൽ അനാലിസിസിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോയിസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഇത്രയൊക്കെ കഴിഞ്ഞാൽ ഏതാണ്ട് ഈ പറഞ്ഞ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടാവുമോ? 3/4 ഭാഗമേ പറഞ്ഞുള്ളൂ, ഇനി 1/4 ഭാഗം കൂടെ ഉണ്ട്. അത് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൊട്ടീനായിട്ട് ചെയ്യുന്നത് ഈ ടങ്ങൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് മറ്റേ എന്താ ഈ ചെസ്റ്റ് ക്യാവിറ്റി ഓർഗൻസും അബ്ഡോമിനൽ ക്യാവിറ്റി ഓർഗൻസൊക്കെ വലിച്ചെടുത്താണ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ അസ്ഫിക്സിയൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ അൺനാച്ചുറൽ ഡെത്ത്. ഫോർ എക്സാമ്പിൾ, തൂങ്ങി മരണം, പിന്നെ വെള്ളത്തിൽ വീഴുന്നുള്ള മരണം, പിന്നെ ട്രാഫിക് ആക്സിഡൻറ്റ്, പിന്നെ ഫാൾ ഫ്രം ഹൈറ്റ്, വെളിയിൽ നിന്നുള്ള വീഴ്ച, പിന്നെ ബേൺസ്, ഇതേപോലത്തെ കേസൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് വലിച്ചെടുക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള കേസിൽ വേണമെന്നുണ്ടെങ്കിൽ കഴുത്തിൽ കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് കൊന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, കെട്ടിത്തൂക്കാൻ പറ്റും. ആക്സിഡൻ്റ് ആണ് കാണിക്കാനായിട്ട്. ബേൺസ് അതുപോലെ ചെയ്യാം, അതുപോലെ വെള്ളത്തിൽ തള്ളിയിടുന്നത്, ഇതൊക്കെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഏരിയ വളരെ ക്ലിയറായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കണം. അപ്പോൾ അതിന് ഈ ടങ് എടുക്കുന്നതിന് പകരമായിട്ട് ഇത് തൊറാസിക് ഇൻലെറ്റ് എന്ന് പറയും ഈ ഏരിയ. അവിടെ വെച്ച് നമ്മൾ ട്രക്കിയയും ഈസോഫാഗസും അന്നനാളവും ശ്വാസകോശവും ഇതുണ്ടല്ലോ, ആ കുഴൽ കട്ട് ചെയ്യുമ്പോൾ ഇത്രയും പോർഷൻസ് അവിടെ തന്നെ കാണും. അത് കഴിഞ്ഞിട്ട് ലെയർ ബൈ ലെയറായിട്ട് നമ്മൾ ഡിസെക്റ്റ് ചെയ്തെടുക്കും ഈ ഓരോ മസിൽസ് എല്ലാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ, കൺഡ്യൂഷൻ ഉണ്ടോ, ചതവുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ ബോൺ ഫ്രാക്ചർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തല ഓപ്പൺ ചെയ്യുന്നത്. അതാണ് ചെയ്യേണ്ട രീതി. ഈ തല ഓപ്പൺ ചെയ്ത് എന്താണ് നിരീക്ഷിക്കുന്നത്? തല ഓപ്പൺ ചെയ്ത് നിരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ തലയിൽ ഒരാൾ അടി കൊടുക്കുന്നു, ഒരു നല്ല കട്ടിയുള്ള വടിയുണ്ടോ ഇരുമ്പ് വടിയുണ്ടോ അടിക്കുകയാണ്. അടിക്കുമ്പോൾ അവിടെ ചതവ് വരാം. ചതവ് നമുക്ക് മേക്കൗട്ട് ചെയ്യാൻ പറ്റും. അടിയുടെ ഫോഴ്സ് കൂടുകയാണെങ്കിൽ തല പൊട്ടാം. തലയെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് തലയോട്ടിയാണ്. തലയോട്ടി പൊട്ടാം. തലയ്ക്കകത്ത് ബ്രെയിനിൽ പലതരത്തിലുള്ള ബ്ലീഡിങ് വരാം. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൾ കാവിറ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസ് ഇങ്ങനെ റാ പോലുള്ള ഒരു ഇൻസിഷൻ ഇട്ടിട്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും പിറകോട്ടും ഈ തലയുടെ പേശി മാറ്റും. തലയോട്ടിയുടെ പുറത്തുകൂടെയുള്ള പേശി വലിച്ചു മാറ്റും, ഊരിയെടുക്കും. എന്നിട്ട് സർക്കുലറായിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞാൽ ഈ ബ്രെയിനിനെ കവർ ചെയ്തിരിക്കുന്നത് ഡ്യൂറാമാറ്ററാണ്. ഡ്യൂറാമാറ്റർ കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം ബ്രെയിൻ കട്ട് ചെയ്യുമ്പോൾ ക്രൈനിയൽ നെർവ്സ് എന്ന് പറയും, പല നെർവ്സ് ഉണ്ട്. അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്രൈനിയൽ ക്യാവിറ്റിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡിങ്, എക്സ്ട്രാ ഡ്യൂറൽ ബ്ലീഡിങ് എന്ന് പറയും. എക്സ്ട്രാ ഡ്യൂറൽ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഡ്യൂറാമാറ്റർ ഞാൻ പറഞ്ഞില്ലേ, കവറിങ്, ആ കവറിങ്ങിൻ്റെ പുറത്ത് കാണുന്ന ബ്ലീഡിങ് ആണ്. അത് സാധാരണഗതിയിൽ എക്സ്ട്രാ ഡ്യൂറൽ ബ്ലീഡിങ് കാണുന്നത് ഈ ട്രാഫിക് ആക്സിഡൻറ്റിൽ വരാം. ഇത് ടെമ്പറൽ ബോൺ എന്ന് പറയും. ഈ ടെമ്പറൽ ബോണാണ് ഏറ്റവും തിന്നസ്റ്റ് ബോൺ. അത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡ്യൂറൽ ബ്ലീഡിങ് ഈസ് എ കോമൺ ഫൈൻഡിങ്. പല ആക്സിഡൻറ്റിലും കൊല്ലപ്പെട്ട ആളുകളുടെ മൃതദേഹം വരുമ്പോൾ പലതും ചതഞ്ഞരഞ്ഞും അല്ലെങ്കിൽ പല തരത്തിൽ ഡാമേജ് ആയ രീതിയിലൊക്കെ കിട്ടാറില്ലേ? അപ്പോൾ ഈ പറഞ്ഞ ശാസ്ത്രീയമായ പ്രോസസ്സിങ് മുഴുവൻ നടക്കും? അപ്പോൾ അത് നമുക്ക് ബോഡി പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ തലയൊക്കെ ചില കേസസിൽ നമ്മൾ പുതുക്കാട് വെച്ച് അങ്ങനെ ഒരുപാട് ബോഡി കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു
വണ്ടി ഇടിച്ചിട്ട് പോവുകയാണ്. പക്ഷേ ഹെവി ട്രാഫിക് ആകുമ്പോൾ ഇത് കാണത്തില്ല. ഇത് കയറി ഇറങ്ങി അവസാനം ഈ റോഡിൽ ഈ നമ്മുടെ അസ്ഥിയും തോലും ബാക്കിയുള്ള എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. അതെല്ലാം കൂടെ വലിച്ചിളക്കി കൊണ്ടുവരും. അങ്ങനെയും കിട്ടിയിട്ടുണ്ട്, ബോഡി കിട്ടിയിട്ടുണ്ട്. അത്തരം ബോഡിയിൽ നിന്ന് ഈ മരണകാരണം കണ്ടെത്താൻ പ്രയാസമാണ്. അത്തരത്തിൽ ഏതെങ്കിലും സംഭവത്തിൽ യഥാർത്ഥ മരണകാരണം ഈ ആക്സിഡൻ്റ് അല്ല എന്ന് കണ്ടെത്തിയ? ഇല്ല, അങ്ങനെയില്ല. അത് സാധാരണഗതിയിൽ ആക്സിഡൻ്റ് ആയിട്ട് തന്നെ അങ്ങനെ പോയിട്ടുള്ളൂ. അതല്ല എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടില്ല. അല്ല. പക്ഷേ ഒരു കേസ്, എനിക്കറിയാവുന്നൊരു കേസ്, തൃശ്ശൂരിന് വടക്കഞ്ചേരിക്ക് അടുത്ത് ഒരാളെ ജീപ്പ് പിടിച്ച് കൊന്ന് മൾട്ടിപ്പിൾ ടൈംസ് കയറ്റി ഇറക്കി. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹയർഡ് ബോണും തൈറോയിഡ് കാർട്ടിലേജും ഫ്രാക്ചറൊക്കെ ഉണ്ടായിരുന്നു. ശരി. അപ്പോൾ അതൊരു സംശയം പറഞ്ഞ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ഇത് മനസ്സിലായി ഇത് കൊന്നതാണെന്നുള്ളത്. അങ്ങനെ സംഭവം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേയേറെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയ ഒരാളാണെങ്കിലും നമ്മളെയും ഭീതിപ്പെടുത്തി അല്ലെങ്കിൽ ഉലച്ചു കളഞ്ഞ ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രോസസ്സ് പൂർത്തിയാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ അതിൽ നിന്ന് എടുത്തോ അതൊക്കെ തിരിച്ച് വയറ്റത്തും നെഞ്ചത്തും ഒക്കെ ഇട്ടതിന് ശേഷം വീണ്ടും തുന്നിക്കെട്ടുക. ഈ തൃശ്ശൂർ പൂരമനുബന്ധിച്ച് കതിന നിറച്ചുകൊണ്ടിരുന്ന ഒരു 9-10 പേര് മരിച്ചുപോയി. ചാക്കിലാണ് കൊണ്ടുവന്നേക്കുന്നത് മൃതദേഹങ്ങൾ പലതും പല ഭാഗങ്ങൾ. അത് വാരിക്കെട്ടി കൊണ്ടുവരികയാണ്? അല്ലല്ല, എല്ലാം കൂടെ വാരിക്കെട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. ഈ ബോഡി മാറിപ്പോയ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് വന്നിട്ടുണ്ടോ? ബോഡി മാറിപ്പോയെന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻസിഡൻറ്റ് കാലിക്കറ്റിലുണ്ടായിട്ടുണ്ട്. മറ്റൊരാൾ കുത്തുന്നതും ഒരാൾ സ്വയം കുത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് ഇന്നത്തെ കണ്ടെത്താൻ പറ്റുമോ? വെടിവെച്ച കേട്ടു, ഇങ്ങനെ ചെയർ ഇരുന്നിട്ട് മറിഞ്ഞടിച്ച് തറയിൽ വീഴുന്നു. അസാധാരണമായൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഡെഡ് ബോഡി ഓൾറെഡി എക്സ്യൂംഡ്. അപ്പോൾ ഞാൻ ബോഡിയുടെ അടുത്ത് പോയി നോക്കിയിട്ട് പറഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്ക് ഒന്നുമില്ല, ഇത് തോക്കുകൊണ്ട് വെടിവെച്ചതാണ്. ഞാൻ കുഴിക്കകത്ത് ഇറങ്ങി കംപ്ലീറ്റ് പരതി, കൈ കൊണ്ട് തന്നെ പരതി.